കാർഗിൽ വിജയ് ദിനത്തോടനുബന്ധിച്ച് യുദ്ധവീരന്മാരെ ആദരിച്ച് ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. കാർഗിൽ വിജയ് ദിനാചരണത്തിന്റെ ഭാഗമായി ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മുൻ സൈനികരായ നായക് സുബേദാർ M. ജോസഫിനെയും ആർട്ടിലറി വയർലെസ് ഓപ്പറേറ്റർ M. വിശ്വനാഥനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി ധീരതയോടെ സേവനമനുഷ്ഠിച്ച സൈനികരുടെ ത്യാഗവും രാജ്യസ്നേഹവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ T. ഗിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ പോലും പണയം വെച്ച സൈനികരുടെ സേവനങ്ങൾ എന്നും ആദരിക്കപ്പെടേണ്ടതാണെന്നും വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിൽ ഇത്തരം പരിപാടികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണ് ഇന്ത്യയുടെ പവർ എന്ന് കൃത്യമായിട്ട് ലോകത്തിന് മനസ്സിലാക്കി. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു എയർ ഹോൾ മാത്രമുള്ള ഒരു ഭാഗത്തുകൂടിയാണ് നമ്മുടെ അഗ്നി ബോർഡ് അവരുടെ എല്ലാം തരുന്നത്. ആദരവിന് ശേഷം നായക് സുബേദാർ M. ജോസഫ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ NSS വളണ്ടിയർമാരുമായി പങ്കുവച്ചു. அப்போ அந்த மாதிரி ஒரு சூழ்நிலையெல்லாம் நான் சாந்தி பண்ணியிருக்கேன். அந்த பேட்டில் ஃபீல்டை நான் அப்போ இன்னொன்று ப்ரே பண்ணுவேன் அப்படின்னா, இந்த மாதிரி ஒரு பேட்டில் ஃபீல்டை வந்து நம்ம நாடு வந்து மீண்டும் ஒரு முறை பார்க்கக்கூடாது. അങ്ങനെ അവിടെ പിന്നെ കാലഘട്ടത്തിൽ ഒന്നും അവിടെ കാര്യങ്ങളൊന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനൊക്കെ ഓപ്പറേഷൻ രക്ഷ മാത്രമായി പങ്കെടുത്തായിരുന്നു. യുദ്ധമുഖത്ത് നേരിട്ട വെല്ലുവിളികൾ, ഇന്ത്യൻ സൈനികരുടെ ധീരത, രാജ്യരക്ഷയ്ക്കായി നടത്തിയ പോരാട്ടങ്ങൾ എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ശ്രദ്ധയോടെ കേട്ട വിദ്യാർത്ഥികൾക്ക് സൈനികരുടെ രാജ്യസേവനം പ്രചോദനകരമായി. NSS പ്രോഗ്രാം ഓഫീസർ A. റാഫിയ, NSS ലീഡർ ഗായത്രി സുബിൻ, വളണ്ടിയർ S. അജനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.